ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനിയെക്കുറിച്ച് ആ നാട്ടിൽ വളരെ പ്രശ്നങ്ങളാണെന്ന് വന്ന് പറയണം കേട്ടോ. അശോകനോട് വന്ന് പറയാണ്, ഇവളെ ഇവിടെ നിർത്താൻ പറ്റില്ല, അത് ആപത്താണ്, വളരെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ രേണുക മനഃപൂർവ്വം പറയണേ, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ അവളെ ഇവിടെ നിർത്തണ്ടെന്ന്, അവളെ പറഞ്ഞു വിട്ടേക്ക് എന്ന്. നിങ്ങളെല്ലാവരും കൂട്ടിയിട്ടല്ലേ ഇവളെ ഇവിടെ പിടിച്ചു നിർത്തിയത്, അതുകൊണ്ടല്ലേ നാട്ടുകാരുടെ ചീത്തൊക്കെ ഇനി കേൾക്കേണ്ടി വരിക എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ തൻ്റെ മകളെ മനഃപൂർവ്വം മറ്റുള്ളവർക്ക് ഇടിച്ച് താൻ അവളുടെ കൂടെയല്ല എന്നുള്ള ആ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രി പറയാണ്, നീ ഇങ്ങനെയൊന്നും പറയല്ലേ, നിൻ്റെ മകളാണ്, നാട്ടുകാരെ പേടിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ മകളെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറഞ്ഞേക്കാൻ പറ്റില്ലല്ലോ. അവൾക്കൊരു തെറ്റ് പറ്റി, അത് ശരി തന്നെയാണ്, പക്ഷേ ആ തെറ്റിനെ അവൾ മനസ്സിലാക്കി തിരിച്ചു വന്നത് കൊണ്ട് തന്നെ നാട്ടുകാർ പറയുന്നത് കേട്ട് ഇവിടെ നിന്ന് ഓടിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ആളുകളൊക്കെ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും കൂടുമെന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അശോകന് പേടിയാവാണ്. അങ്ങനെ രേണുക, അവളെ ഞാൻ കാണിച്ചു തരാം, അവൾ ഒറ്റിരുത്തി കാരണമാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുന്നത്, നല്ലപോലെ അവളെ ഞാൻ വിവാഹം ചെയ്യാൻ വിട്ടതാണ്, എന്നിട്ട് അവൾ കാണിച്ചത് എന്താ എന്നുള്ള വാക്കുകളൊക്കെ അശോകനും ചന്ദ്രയ്ക്ക് മുന്നിൽ അങ്ങ് അഭിനയിച്ചിട്ട് റൂമിൽ ചെന്ന് ശിവാനിയെ ഭയങ്കരമായി വഴക്ക് പറയാൻ കേട്ടോ. എടി വൃത്തികെട്ടവളെ, നിന്നെപ്പോലെ അല്ലടി നിധി, അവൾ എന്തെങ്കിലും ഒരു പെരുദോഷം വരുത്തിയോ? ഇപ്പോൾ സ്വന്തം വീട്ടിൽ പോലും നിനക്ക് ജീവിക്കാൻ അനുവാദം തരുന്നില്ല നാട്ടുകാർ, അതുകൊണ്ട് തന്നെ നീ എങ്ങോട്ടാ ചെടി പോയിക്കടി, ആരെയെച്ചെങ്കിൽ പോയിക്കോ, ഒരുത്തനെ തലക്കടിച്ച് എന്ന ആ കേസ് വേറെയും ഇത് വേറെയും എല്ലാം കൂടി നീ ഞങ്ങളെ നാട്ടിൽ പോലും ജീവിക്കാൻ സമ്മതിക്കില്ലേ എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശിവാനി രേണുക അവിടെ ശിവാനി ഇങ്ങനെ വഴക്ക് പറയുന്നതായിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണ് കേട്ടോ. പക്ഷേ അമ്മയും മകളും റൂമിൽ ഇരുന്ന് ചിരിക്കുകയാണെന്ന് അശോകനും ചന്ദ്രയ്ക്കും അറിയില്ല. അങ്ങനെ അശോകനോട് ചന്ദ്രി പറയാണ്, സംഭവം നമ്മുടെ കുഞ്ഞല്ലേ, തെറ്റ് ആർക്കും പറ്റുമല്ലോ, ഒരു തെറ്റല്ലേ അവൾക്ക് പറ്റിയുള്ളൂ, ആ തെറ്റവൾ തിരുത്തി തിരികെ വന്നത് കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ അശോകൻ പറയാണ്, എനിക്കൊന്നും അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, അവളെ എങ്ങോട്ട് മാറ്റാനാണ് ഞാൻ, അവളെ ഇവിടെയല്ലാതെ വേറെ എവിടെ നിർത്താനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അശോകൻ സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ. എന്നാൽ ഈ സമയം നിധിയും അതുപോലെ ഗൗതമും കൂടി വളരെ സ്നേഹത്തിലാവാണ്. നിധി പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആകെ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, ഗൗതം സാർ, എല്ലായിടത്തും ഗൗതം സാർ എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നില്ലേ, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ വീഡിയോ കണ്ടാൽ എൻ്റെ ഭാഗത്ത് എൻ്റെ അതേ സാരിയിൽ വേറെ ഒരാൾ നിൽക്കുന്നത് കണ്ടാൽ തീർച്ചയായും അതിനെ കുറ്റപ്പെടുത്തുകയേ ചെയ്യുള്ളൂ, നീ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് വഴക്ക് പറയുകയേ ചെയ്യുള്ളൂ. എന്നാൽ എൻ്റെ ഗൗതം സാർ അതല്ലല്ലോ ചെയ്തത്, എൻ്റെ കൂടെ നിന്നില്ലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രണയം എന്ന വാക്കിന് അർത്ഥം തന്നെ മനസ്സിലാക്കിയത് എൻ്റെ ഗൗതം സാറിനെ കണ്ടത് മുതലാണ്, സാറിനെ കണ്ടത് മുതലാണ് എനിക്ക് പ്രണയം ഉണ്ടായത്, പ്രണയം പൂവിട്ടത് എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ഗൗതമിന് സന്തോഷം കൊണ്ട് മതിയാവുന്നില്ല കേട്ടോ. അങ്ങനെ ഗൗതം വളരെ സന്തോഷത്തോടു കൂടി നിധിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് നിധിയോട് പറയാണ്, അങ്ങനെയൊക്കെ താൻ പറയുമെങ്കിലും കൂടി ഇന്നേ വരെ താൻ എനിക്കൊരു ഉമ്മയൊന്നും തന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതിനെന്താ സാർ, എന്താണ് ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ കാണിക്കുന്നത്, എനിക്ക് നാണം വരുന്നു, എന്നാൽ നീ എനിക്കൊരു ഉമ്മ തന്നെ, എൻ്റെ അസുഖത്തിൻ്റെ ഈ മുറിവിനൊക്കെ ഏറെ മാറാനുള്ള ഏറ്റവും നല്ലൊരു ആയുധമാണ് ഒരു ഉമ്മ, ഈ ഉമ്മ ഈ ഒരു കവിളിൽ തന്നെ എന്ന് പറയുമ്പോൾ ഗൗതമിൻ്റെ കവിളിൽ നിധി ഒരു ഉമ്മ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗൗതം പറയാണ്, എൻ്റെ മനസ്സിന് സുഖം കിട്ടുന്നുണ്ട്, എന്നാൽ ഇനി ഇപ്പുറത്തും ആയിക്കോട്ടെ, അപ്പോൾ വേറൊരു ഉമ്മ കൊടുക്കുന്നു. അങ്ങനെ ഗൗതം പറയാം, ഇതുകൊണ്ട് ആയില്ല നിധി, എനിക്ക് ഇപ്പുറത്തേക്കും തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗൗതം നിധിയെ കൊണ്ട് ഗൗതമിൻ്റെ മുഖത്ത് നാല് പുറവും ഇങ്ങനെ ഉമ്മ വെപ്പിച്ചും കൊണ്ടിരിക്കണം കേട്ടോ. എത്ര ഉമ്മ വെച്ചിട്ടും മതിയാവുന്നില്ല, അത്രയും ഗൗതമിന് നിധിയുടെ ഉമ്മ കിട്ടണം, എന്നാൽ നിധിക്കാണെങ്കിലും നാണം വരുന്നു കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ വലിയ വലിയ പ്രണയം തന്നെ പൂടാണ്. എന്നാൽ ഈ സമയം രേണുക ശിവാനിയോട് പറയാണ്, മോളെ ഈ ഇരിക്കുന്നത് എന്താണെന്നറിയോ? എന്താ അമ്മേ? ഇത് നിന്നെ ഈശ്വരമംഗലത്തോട്ട് എത്തിക്കാനുള്ള വലിയ ആയുധമാണ്, ഈ ആയുധമാണ് നിന്നെ അവിടെ എത്തിക്കാൻ പോകുന്നത്. എന്താ അമ്മേ ഇതെന്താണ്? ഇതൊരു മരുന്നാണ്, നീ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നീ തളരുന്നതിനോട് കൂടിയിട്ട് നീ വിഷം കഴിച്ചു എന്ന ആ ഒരു ഇതായിരിക്കും പുറത്ത് വരിക. അപ്പോൾ ഉടൻ തന്നെ, അമ്മേ വെറുതെ എന്നെ കൊലക്ക് കൊടുക്കണോ? അമ്മയുടെ ഒരു മകളാണ് നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്, അമ്മയുടെ ഏക മകളാണ്, അത് നഷ്ടപ്പെടും, ഈ മരുന്ന് കുടിച്ചാൽ ഞാനങ്ങ് മരിച്ചു പോകും, ആരും ചോദിക്കാനും വരില്ല, ആരും ഒന്നിനും വരില്ല, ഇപ്പം നാട്ടുകാർ തന്നെ ഓടിക്കാൻ നിൽക്കുന്നത്, അങ്ങനത്തെ ഇരിക്കുന്ന എന്നെ സ്നേഹിക്കാൻ ആര്? അപ്പോൾ ഉടൻ തന്നെ ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി, നിന്നെ ഗൗതമിൻ്റെ വീട്ടിലെത്തിക്കാൻ ഏക വഴി അതേ ഉള്ളൂ, ഗൗതമിൻ്റെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ, നിധിയുടെ സ്ഥാനം പുറത്തായിരിക്കണം, വസുന്ധര ഒപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ നിനക്കത് പെട്ടെന്ന് നേടിയെടുക്കാൻ
കുടിക്കാനും കഴിയും. അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യ്, ഈ മരുന്ന് നീ കുടിക്ക്. വേണമേ, ഇത്ര പരീക്ഷണങ്ങൾ വേണോ? അപ്പോൾ ഉടൻ തന്നെ നീ ഞാൻ പറയുന്നത് കേൾക്ക്, ഈ മരുന്ന് കുടിക്കുക എന്ന് പറയാം കേട്ടോ. അങ്ങനെ ശിവാനി പറയാണ്, ഈ മരുന്ന് കൊണ്ട് അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ, നീ ഈ മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നീ ബോധം പോവും, നിനക്ക് തളർച്ച വരും, വിഷം കഴിച്ചു മരിക്കാൻ ഒരുങ്ങി എന്നുള്ള ആ പേരും വരും. അതോടുകൂടി നിന്നെ രക്ഷിക്കാൻ പലവരും എത്തും. പലവരെന്ന് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഗൗതമും നിധി തന്നെ മുന്നിട്ട് ഇറങ്ങും. ഇപ്പോൾ നീ പോലീസ് കേസിൽ കുടുങ്ങിയപ്പോൾ അവരല്ലേ നിന്നെ രക്ഷിക്കാൻ എത്തിയത്, അതുപോലെ തന്നെ അവർ മുന്നിട്ടിറങ്ങി നിന്നെ ഐശ്വര്യമംഗലത്തോട്ട് കൊണ്ടുപോകുമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ശിവാനി പറയാണ്, അമ്മയുടെ വാക്ക് കേട്ട് ഞാനിത് കഴിക്കാമെന്ന് പറയണേ, എന്നാൽ ഞാൻ പുറത്ത് കിടക്കട്ടെ, നീ ഈ മരുന്ന് കുടിച്ചോ എന്ന് പറയണം കേട്ടോ. അങ്ങനെ ശിവാനി അതിൽ നിന്ന് 3-4 ടാബ്ലറ്റ് ഇരുന്ന് അങ്ങ് കുടിക്കുകയാണ് കേട്ടോ. അതങ്ങ് കുടിച്ചത് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ശിവാനിയുടെ വായിൽ നിന്ന് നിറയും പൊതയൊക്കെ വരികയാണ്. ഒന്നും അറിയാത്തതുപോലെ ചന്ദ്രയോട് രേണുക വന്നിട്ട് പറയും, അവൾക്ക് ചായ വേണത്ര, ചായ. അവൾക്ക് ചായ പോയിട്ട് പച്ചവെള്ളം കൊടുക്കരുത് ചന്ദ്ര, അവളെ ഈ വീട്ടിലിട്ട് കൊല്ലണം, അതാണ് ചെയ്യേണ്ടത്. നാട്ടുകാരുടെ ഇടയിൽ പേരുദോഷമുണ്ടാക്കിയ മകളാണ്. എനിക്കും ഏട്ടനും ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ലോ, എന്തിന് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഒരു വിവാഹം നല്ലതുപോലെ ഉറപ്പിച്ച് ഒരുത്തനുമായി ഓടിപ്പോയി അവനെയും തട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നവൾ, അവൾ അവിടെ കിടന്ന് ചാവട്ടെ എന്നൊക്കെ ചന്ദ്രയോട് ഈ വാക്കുകൾ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് അത് വേദനയാവുകയാണ് കേട്ടോ. ഞാൻ അവൾക്ക് കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് മനസ്സിന് യാതൊരുവിധ സമാധാനവുമില്ല. അങ്ങനെ ചന്ദ്ര ചായ ഇടുകയാണ്. ചായ ഇട്ടിട്ട് ശിവാനിയുടെ റൂമിലോട്ട് പോവാണ് കേട്ടോ. എന്നാൽ ശിവാനിയാണെങ്കിലോ കതക് ചാരി വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ശിവാനി എന്ന് പറഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ബെഡിൽ നിറയും പൊതയുമായി കിടക്കുന്ന ശിവാനി ആയിരിക്കും. ഇത് കാണുന്ന ചന്ദ്രി ഏട്ടാ ഏട്ടാ എന്ന് പറഞ്ഞ് നിലവിളിക്കാണ്. അപ്പോഴേക്കും ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ മകൾ വിഷം കുടിച്ചതായി വായിൽ നിന്നും നിറയും പതയൊക്കെ വന്നിരിക്കുന്നു. ഇത് കാണുന്ന അശോകൻ, എൻ്റെ മോൾക്ക് എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് അശോകൻ അങ്ങ് പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും രേണുകയുടെ കരച്ചിൽ തുടങ്ങണം. ഈശ്വര, എന്നാലും എൻ്റെ കുഞ്ഞ് ഇത് ചെയ്തല്ലോ, മോളെ എന്തിനാണ് ഈ അമ്മയോട് ഇങ്ങനെ ചെയ്തത്, അമ്മ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് ഇവർക്ക് മുന്നിൽ നന്നായി അഭിനയിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി താങ്ങി പിടിച്ച് ഗൗതം കിടക്കുന്ന അതേ ഹോസ്പിറ്റലിലോട്ട് ഇങ്ങനെ ശിവാനിയെയും എത്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് സ്ട്രക്ചർ കൊണ്ടുവരുന്നു, ഐസിയുലോട്ട് കയറ്റുന്നു, പെട്ടെന്ന് രക്ഷിക്കാം എന്നൊക്കെ ഡോക്ടർമാർ പറയുന്നു. അങ്ങനെ വലിയ ചർച്ചാ വിഷയം തന്നെ ആവുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഒന്നും അറിയാതെ നിധിയും ഗൗതമും കൂടി വളരെ പ്രണയത്തിൽ ഇങ്ങനെ പൂവിട്ടും കൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രണയം ആ ഒരു നിമിഷം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചും ഉമ്മ വെച്ചും സ്നേഹിച്ചും തലോടിയും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചന്ദ്രയുടെ കതക് തട്ടൽ കേൾക്കുന്നത് കേട്ടോ. അങ്ങനെ വാതിൽ തുറന്നു നോക്കുമ്പോൾ തൻ്റെ അമ്മയാണെന്ന് കാണുന്ന നിധി ഓടിച്ചെല്ലണേ, എന്താ അമ്മ ഈ വഴിക്ക്, അമ്മ എപ്പോൾ വന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മോളെ നീ ഇങ്ങ് വന്നേ, ഒരു പ്രശ്നമുണ്ട് എന്ന് പറയണേ. എന്താ അമ്മ, അമ്മയുടെ മുഖമൊക്കെ ആകെ മാറിയിരിക്കുന്നു, എന്താ അതിന് മാത്രം പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ തന്നെ പറയാണ്, നമ്മുടെ ശിവാനിയില്ലേ അവൾ വിഷം കുടിച്ചിരിക്കുന്നു, എന്താ ഈ പറയുന്നത് എന്ന് പറഞ്ഞ ഉടനെ അതേ നമ്മുടെ അടുത്തുള്ള ആ ആളില്ലേ അവർ വന്നിട്ട് പറഞ്ഞു, നാട്ടുകാരൊക്കെ ശിവാനിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം, നാട്ടുകാർക്ക് പേരുദോഷമുണ്ടാക്കിയ ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിർത്താൻ പറ്റില്ല എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശിവാനി അതൊക്കെ കേട്ടപ്പോൾ അവൾക്ക് വിഷമമായിട്ടാ എന്താണെന്ന് അറിയില്ല, അവൾ വിഷം കുടിച്ചു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഗൗതമും നിധിയും ആകെ ഞെട്ടിപ്പോവാണ്. ഇനി എന്തായാലും ഈ ഒരു വിഷം കുടിക്കുന്നതിനോട് കൂടിയിട്ട് ശിവാനി ഇനി വസുന്ധരയുടെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ.